ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് ഗർഭകാലത്തെ പ്രമേഹം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. ഗർഭകാല പ്രമേഹത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഉള്ള ഗർഭിണികളിൽ ഗർഭകാല പ്രമേഹത്തിന്റെ തോത് എന്ന് പറഞ്ഞാൽ 14 മുതൽ 15% വരെയാണ്. അതായത് 100 ഗർഭിണികളിൽ 15 പേർക്ക് ഡയബറ്റിസ്, ഗർഭകാലത്ത് പ്രമേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് പല വെസ്റ്റേൺ കൺട്രീസിനേക്കാളും അമേരിക്കയിനേക്കാളും ഒക്കെ 1-2% അധികമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ത്യയിലെ ഡയബറ്റിക് ക്യാപിറ്റലാണ് കേരളം, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നാളുകളിലും ഗർഭിണികളിൽ ഉണ്ടാവുന്ന പ്രമേഹം നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. അടുത്ത തലമുറയെ പോലും ബാധിച്ചേക്കാവുന്ന, അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയൊരു പ്രഗ്നൻസിയിലെ മെഡിക്കൽ കോംപ്ലിക്കേഷനാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ. പ്രധാനമായും 2 തരത്തിലാണ് ഗർഭകാലത്ത് പ്രമേഹം വരുന്നത്. ഒന്ന്, നേരത്തെയുള്ള പ്രമേഹം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതും, ഗർഭിണി ആയി കഴിഞ്ഞതിന് ശേഷം 4-ാമത്തെയോ 5-ാമത്തെയോ മാസത്തിൽ പ്രമേഹം വരുന്നതും ആയിട്ട് 2 തരത്തിലുണ്ട്. അതിൽ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിന് അപകടത്തിനുള്ളതും കോംപ്ലിക്കേഷനുള്ളതും സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മൾ പ്രമേഹ രോഗിയാണെന്നറിയാതെ ഗർഭിണിയാവുകയും കുഞ്ഞിന്റെ ആദ്യത്തെ വളർച്ചാഘട്ടത്തിൽ കുഞ്ഞിന്റെ അവയവങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അമ്മയുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നത് കാരണം കുഞ്ഞിന് ഒരുപാട് തരത്തിലുള്ള മാൽഫോർമേഷൻ, കുഞ്ഞിന്റെ അവയവങ്ങൾ രൂപീകരിക്കുന്നതിൽ എല്ലാം ഇതൊരു പ്രശ്നമായി കുഞ്ഞിന് ഒരുപാട് തരത്തിലുള്ള ജനന വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എപ്പോഴും പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് കൃത്യമായ ബ്ലഡ് ചെക്കപ്പ്, തൈറോയിഡ്, ഷുഗർ ലെവലൊക്കെ നോക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇവിടെ നമ്മൾ എപ്പോഴും കാണിക്കുന്നത്. എപ്പോഴും പ്ലാൻഡ് ആയിട്ട് പ്രഗ്നന്റ് ആവാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ്. രണ്ടാമത് നമ്മൾ 4-ാമത്തെ 5-ാമത്തെ മാസത്തിൽ കണ്ടുപിടിക്കുന്ന പ്രമേഹമാണ്. അതും വളരെ കൂടിയ ലെവലിലാണ് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ അതിനും അപകട സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് അമ്മയ്ക്കും കുഞ്ഞിനും ഈ പ്രമേഹം കൊണ്ട് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, കുഞ്ഞിന് ആണെങ്കിൽ ഏത് തരത്തിൽ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നു എന്നനുസരിച്ചാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനുള്ള സാധ്യത നമ്മൾ പറയുക. ഒരു സ്പോണ്ടേനിയസ് അബോർഷന്, പെട്ടെന്നുള്ള അബോർഷന് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെയുള്ള പ്രസവം, മാസം തികയാതെയുള്ള പ്രസവത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ കുഞ്ഞിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് കാർഡിയോവാസ്കുലാർ ഡിഫക്റ്റ്, അതായത് കുഞ്ഞിന്റെ ഹൃദയത്തിനും മറ്റു അവയവങ്ങൾക്കുമുള്ള വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത, കുഞ്ഞിന് വലിപ്പം കൂടാനുള്ള സാധ്യത, ഏതെങ്കിലും ഒരു 7, 8, 9 മാസങ്ങളിൽ പെട്ടെന്ന് ഫീറ്റൽ ഡെത്ത്, കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഡയബറ്റീസ് വളരെ കൂടി നിന്നാൽ ഉണ്ടാകും. അതുപോലെ ജനനശേഷം കുഞ്ഞിന് ശ്വാസതടസ്സം വരാൻ, കാൽസ്യം, ഗ്ലൂക്കോസ് ഒക്കെ കുറഞ്ഞു പോയി കുഞ്ഞിന് അപകടം വരാനുള്ള സാധ്യത, ഹൈപ്പർ ബിലിറൂബിൻ, അതായത് മഞ്ഞപ്പിത്തം വരാനും നീണ്ടു നിൽക്കാനുമുള്ള സാധ്യത, അതുപോലെ ലോങ് ടൈം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതായത് ഗർഭകാലത്ത് പ്രമേഹം ഉള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങളെയും ഇല്ലാത്ത അമ്മമാരുടെ കുഞ്ഞുങ്ങളെയും നടത്തിയ പഠനങ്ങളിൽ 1-2 പോയിന്റ് IQ പ്രമേഹമുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് കുറവാണെന്നും അവർക്കൊരു 1 വയസ്സോടെ ലാംഗ്വേജ്, ഭാഷകൾ പഠിച്ചെടുക്കാനുള്ള കഴിവിലും മെമ്മറി, ഓർമ്മശക്തിയിലും ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലൊക്കെ ചെറിയൊരു വ്യത്യാസം പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിൽ കുഞ്ഞിനും പ്രമേഹം വരാനുള്ള സാധ്യതകളും ഒരു ഗർഭകാല പ്രമേഹത്തോടെ അമ്മ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഈ തരത്തിലുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് വരാനുള്ള സാധ്യത 40% ആണ്. അതുപോലെ ഗർഭകാല പ്രമേഹം കൊണ്ട് അമ്മയ്ക്കുണ്ടാവുന്ന കോംപ്ലിക്കേഷൻ ഒരു പ്രീ എക്ലാംസി, അതായത് ഗർഭകാല പ്രമേഹവും അധിക രക്തസമ്മർദ്ദവും ഒക്കെ ചേർന്ന് വളരെ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ വരെ അപകടത്തിലാക്കാവുന്ന ഒരു പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് അവസാന മാസങ്ങളിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഗർഭകാലത്ത് പലതരത്തിലുള്ള യോനിയിലുള്ള അണുബാധകള്, അതുപോലെ ലക്ഷണമില്ലാതെ തുടരുന്ന യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിലുള്ള അണുബാധകൾ, അതുപോലെ പ്രസവശേഷമാണെങ്കിലും ആ ഒരു മുറിവുകൾക്കും ഒരു പെൽവിക് ഏരിയയിൽ നീണ്ടു നിൽക്കുന്ന അണുബാധകൾക്കൊക്കെ സാധ്യത കൂടുതലാണ് പ്രമേഹം അമ്മയ്ക്കുണ്ടെങ്കിൽ. പലപ്പോഴും ഭക്ഷണ നിയന്ത്രണം കൊണ്ടും എക്സസൈസ് കൊണ്ടും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ലെവലിലുള്ള പ്രമേഹമാണ് കൂടുതലും സ്ത്രീകളിലും കണ്ടുവരാറ്.
അപ്പോൾ അത്തരത്തിൽ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അമ്മമാർ വരുത്താറുണ്ട്. കാരണം ഒരുപാട് ഫുഡിനെ ഒഴിവാക്കി, അതായത് പാല്, നെയ്യ്, മോര്, മധുരമുള്ള പഴങ്ങൾ എല്ലാം ഒഴിവാക്കി വളരെ ശുഷ്കമായ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി പലപ്പോഴും അമ്മമാർ പിന്തുടരാറുണ്ട്. അത് വീണ്ടും കുഞ്ഞിനുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കൂട്ടുകയാണ്. കുഞ്ഞിന്റെ വളർച്ച വൈകല്യങ്ങൾ, കുഞ്ഞിന്റെ ഒരു തലച്ചോർ വികാസത്തെ ഒക്കെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് പ്രമേഹം കണ്ടുപിടിച്ചു, ചെറിയ രീതിയിൽ ഷുഗർ കൂടി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരുപാട് ഫുഡ് ഒഴിവാക്കാൻ പലപ്പോഴും പല ഡോക്ടേഴ്സ് തന്നെ നിർദ്ദേശിക്കാറുണ്ട്. അത് തികച്ചും തെറ്റാണ്. വളരെ ബുദ്ധിപൂർവമുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഗർഭിണിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും ശ്രദ്ധയോടെ അത് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗർഭകാല പ്രമേഹത്തിൽ ഒരു സ്റ്റേബിൾ ഗ്ലൂക്കോസ് ലെവൽ ദിവസം മുഴുവൻ നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 3 നേരത്തെ ഫുഡ് ഒഴിവാക്കി ഒരു 6 നേരമായി പലപ്പോഴായി കുറച്ച് ഫുഡ് കഴിച്ച് ഒരു 2-3 മണിക്കൂർ കൂടുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത്. അത് ഒരു എഫക്റ്റീവായ ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അതുപോലെ തന്നെ ഡയറ്റിൽ ഉൾപ്പെടുന്നത് ചോറിനെയൊക്കെ പരമാവധി തീരെ ഒഴിവാക്കി ഗർഭകാലത്തൊന്നും നമുക്ക് ജീവിക്കാനാവില്ല. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തെ കുറച്ചുകൂടെ ഹെൽത്തിയായി മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് റൈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തവിടുള്ള അരിയാക്കി മാറ്റുക. അരിയുടെ കൂടെ എപ്പോഴും പ്രോട്ടീൻ, ഒരു 40% കാർബോഹൈഡ്രേറ്റ്, 20% പ്രോട്ടീൻ, കുറച്ച് ഫാറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എപ്പോഴും പയറ്, ചെറുപയർ, മുളപ്പിച്ച കടല, അതുപോലെ മുട്ട ഇവയെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അരി അരച്ച് ദോശ ചുടുകയാണെങ്കിൽ തന്നെ ദോശ അരിയിടുന്ന കൂടെ ഉഴുന്ന്, കുറച്ച് ഉലുവ, ചെറുപയർ, കടല, പരിപ്പ് ഇതെല്ലാം ഇട്ട് ഒരു മൾട്ടി ഗ്രെയിൻ ആയിട്ട് ദോശ ചുടുവാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ അതിലെ കാർബോഹൈഡ്രേറ്റ് കുറയുകയും പ്രോട്ടീൻ കൂടുകയും ചെയ്യും. പെട്ടെന്ന് ഗ്ലൂക്കോസ് വലിച്ചെടുക്കാനുള്ള സാധ്യത അവിടെ കുറവാണ്. അതുപോലെ ഒരല്പം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ ഫുഡിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ഹെൽത്തി ഫാറ്റ് എപ്പോഴും ഭക്ഷണത്തോട് മിക്സ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ പെട്ടെന്ന് ശരീരത്തിന് ഗ്ലൂക്കോസ് വലിച്ചെടുക്കാനുള്ള സാധ്യത അവിടെ കുറയുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്തി ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യുക, ഹെൽത്തി പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുട്ട കഴിക്കുന്നുണ്ടോ, പാല് കുടിക്കുന്നുണ്ടോ, നെയ്യ് കഴിക്കുന്നുണ്ടോ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ അത് ഗർഭകാല പ്രമേഹത്തെ അല്ല ഏത് പ്രമേഹത്തെയും കൂട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾ. തവിടുള്ള അരി വെച്ചുള്ള ചോറ് തന്നെ ഉച്ചയ്ക്ക് ആവശ്യത്തിന് കഴിക്കുക. ചോറിന്റെ അളവ് കുറയ്ക്കാം നമുക്ക്, എന്നാലും തീരെ ഒഴിവാക്കരുത്. അതിനോടൊപ്പം ഒരുപാട് വെജിറ്റബിൾസ്, സാലഡ് പോലെ, അവിയൽ പോലെ ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക്. അതുപോലെ രാത്രിക്കത്തെ ഫുഡാണെങ്കിലും നമുക്ക് അരി ഭക്ഷണം ഒഴിവാക്കാൻ പറ്റിയാൽ നല്ലതാണ്. എന്ന് വെച്ച് എല്ലാ ദിവസവും ഇപ്പോൾ ഗോതമ്പിൽ തന്നെ നിൽക്കണമെന്നില്ല. അപ്പോൾ ഗോതമ്പ്, മുത്താറി, ചാമ, ചോളം പോലെ പലതരം മൾട്ടി ഗ്രെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് നമുക്ക് പലഹാരങ്ങൾ പോലെ, പഴങ്ങൾ ഒക്കെ പലഹാരങ്ങൾ പോലെ ഉണ്ടാക്കി കഴിക്കാം. രാത്രി എന്തെങ്കിലും ഒരു അധികം മധുരം ഇല്ലാത്ത ചെറുപഴങ്ങളോ എന്തെങ്കിലും ശീലാക്കുന്നത് നല്ലതാണ്. അതുപോലെ മോര്, തൈരല്ല, വെണ്ണ കടഞ്ഞു മാറ്റി ഉറയൊഴിച്ച് വെണ്ണ മാറ്റിയ മോര് എപ്പോഴും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആ ഒരു പ്രമേഹത്തിലാണെങ്കിലും ആ ഒരു ദഹനം വളരെ കൃത്യമാകാനും ഒക്കെ സഹായിക്കും. അതായത് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് മോര് കാച്ചിയോ അല്ല പച്ചമോരായിട്ടോ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഗർഭിണികളിൽ വരാവുന്ന ഒരു കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ദഹനക്കുറവ് ഒക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അതുപോലെ ചെയ്യേണ്ട ഒന്നാണ് എക്സസൈസ്. വളരെ കൃത്യമായിട്ടുള്ള ഡോക്ടറുടെയോ ഒരു ഉപദേശം അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് എക്സസൈസ് പ്രഗ്നൻസി ഫുൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എക്സസൈസ് ഒരു പരിധി കൂടുതലുള്ള ഗ്ലൂക്കോസ് കൂടിയിരിക്കുന്നതിനെ കുറയ്ക്കാൻ ഏറ്റവും ഫലവത്തായ ഒന്നാണ് എക്സസൈസ്. തുടർച്ചയായിട്ടുള്ള ഇരുത്തം, പകലുറക്കം, ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞുള്ള ഉറക്കം ഇതെല്ലാം ഒരു പരിധി കൂടുതൽ ഗ്ലൂക്കോസ് കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇത് ഗർഭകാല പ്രമേഹമുള്ളവർ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. രാവിലെയോ വൈകുന്നേരമോ ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ നടക്കുക. അത്താഴം കഴിഞ്ഞൊരു 20 മിനിറ്റ് നടക്കുക. ഉച്ചയ്ക്ക് ഉറങ്ങാതിരിക്കുക. ഭക്ഷണം കഴിഞ്ഞ് തുടർച്ചയായിട്ടിരിക്കാതെ എപ്പോഴും ബോഡി മൂവ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതെല്ലാം എക്സസൈസിന്റെ കൂടെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ നന്നായി വിശ്രമിക്കുക. പകലാണെങ്കിലും ഉറങ്ങുന്നതിന് പകരം നമുക്ക് 1 മണിക്കൂർ വിശ്രമിക്കാം. രാത്രി കൃത്യമായിട്ടുള്ള ഉറക്കം, 7-8 മണിക്കൂർ ഉറക്കം ശീലിക്കുക എന്നുള്ളതും പ്രമേഹം കൺട്രോൾ ചെയ്യാൻ നമുക്ക് മെച്ചപ്പെട്ട ഒരു വഴിയാണ്. അതുപോലെ പ്രസവം കഴിഞ്ഞാലും കഴിക്കുന്ന മരുന്നുകളിലും ഭക്ഷണങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ആ സമയത്തുള്ള ഒരു ബ്ലഡ് ഷുഗർ ലെവലും ഒക്കെ അനുസരിച്ച് തീരുമാനിക്കപ്പെടേണ്ടതാണ്. പ്രസവം കഴിഞ്ഞാലും ഒരു 1.5 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് ഷുഗർ ലെവൽ, പ്രസവം കഴിഞ്ഞതോടെ ഈ ഒരു ഗർഭകാല പ്രമേഹത്തിന്റെ ഒരു സീരിയസ്നെസ് ആരും വിട്ടുകളയരുത്. ഒരു 1.5 മാസം കഴിയുമ്പോൾ
കൃത്യമായിട്ട് ഈ ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചിട്ടുള്ള GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും ഗർഭകാല പ്രമേഹം വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമതൊരു പ്രഗ്നൻസിയിൽ 48% വരെ അത് റെക്കറൻസിന് സാധ്യതയുണ്ട്. അതുപോലെ ഭാവിയിൽ ഒരു കാർഡിയോവാസ്കുലാർ ഡിസീസ്, ഒരു കാർഡിയാക് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യത പ്രമേഹം ഇല്ലാത്ത അമ്മേനേക്കാളും ഒരു 2.5 ഇരട്ടി സാധ്യത കൂടുതലാണ് പ്രമേഹം വന്ന അമ്മമാരിൽ. അതുപോലെ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത, കൊളസ്ട്രോൾ കൂടാനുള്ള, അബ്ഡോമിനൽ ഒബേസിറ്റി, നമ്മൾ അരക്കെട്ടിന്റെ ആ ഭാഗത്ത് മാത്രം തടി കൂടാനുള്ള സാധ്യതയൊക്കെ ഇത്തരത്തിലെ പ്രമേഹം കണ്ടുപിടിക്കപ്പെട്ട അമ്മമാരിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രസവം കഴിഞ്ഞാലും 1 വർഷം കൂടുമ്പോൾ കൃത്യമായിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. ഈ ഒരു ലൈഫ് സ്റ്റൈലും ഈ ഒരു എക്സസൈസും ഫുഡും ഒക്കെ ശ്രദ്ധിച്ച് അത് കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന ഇത്തരം കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് തടയാൻ പറ്റും. അതുപോലെ അടുത്ത പ്രഗ്നൻസിക്ക് മുൻപ് ഒരു അമിത ഭാരമുള്ള സ്ത്രീകളാണെങ്കിൽ 1-2 5 കിലോ വരെ ഭാരം കുറച്ചതിന് ശേഷം മാത്രം കൃത്യമായ ബ്ലഡ് ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഗർഭിണിയാവാൻ ശ്രമിക്കുക. ഈ മരുന്ന് എടുക്കേണ്ട ലെവലിൽ പ്രമേഹം ഉണ്ടെങ്കിൽ എപ്പോഴും ഇൻസുലിനാണ് ഗർഭകാലത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ തന്നെയാണ്. അതെടുക്കാനുള്ള ബുദ്ധിമുട്ടും നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഉണ്ടാവുന്ന ഒരു വിഷമം ഒക്കെ ഒഴിവാക്കിയാൽ എപ്പോഴും ഗുളിക കഴിക്കുന്നതിനേക്കാളും ഏറ്റവും സേഫ് ഇൻസുലിൻ എടുക്കുന്നതാണ്. അതൊരിക്കലും പ്ലാസൻ്റ മറുപിള്ള ക്രോസ് ചെയ്ത് കുഞ്ഞിലേക്ക് എത്തില്ല. എപ്പോഴും ഓറലായിട്ടുള്ള മെഡിസിൻ ഗുളികകൾ കഴിക്കുമ്പോൾ അത് കുഞ്ഞിലേക്കും എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഗർഭകാല പ്രമേഹത്തെ പേടിക്കാതെ അതിനെ വളരെ ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്താൽ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവുന്ന എല്ലാ തരം ബുദ്ധിമുട്ടുകളും നമുക്ക് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും സാധിക്കും. തന്മയിൽ ഇന്ന് ഗർഭകാലത്തെ പ്രമേഹം എന്നതിനെ കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.